മിന്നൂസേ ദീ ഏക്ക് നോമ്പ് വെക്കണ്ടേ? ഏക്ക് സച്ചുവിനെ കൂടെ വിളിക്കേക്ക ഡാ നോക്കിക്കേ ഏറ്റേ നോമ്പ് വെക്കണ്ടേ? എന്നിട്ട് ഇടത്താഴം കഴിക്കണ്ടേ? ഏക്ക് ഇങ്ങോട്ട് എടീക്കടാ സച്ചു. ഇടയത്താഴം കഴിഞ്ഞ് രണ്ടാളും കൂടെ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഇവിടെ മറ്റൊരുത്തി എടി മതിയടി എണീക്ക്. 8 മണി കഴിഞ്ഞ് എഴുന്നേക്ക്. ഞങ്ങള് കുളിച്ചൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾക്ക് നേരം പോക്കായതുകൊണ്ടാണ് ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് വന്നത്. അതിഥിയാണ് കേട്ടോ കോഴിക്കുഞ്ഞ്. അടുത്തത് ഇത് ഞങ്ങൾക്കില്ലേ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. എന്താന്ന് പറയട്ടെ, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ റിച്ചുകാക്ക് റയാക്കും കൂടെ അച്ഛൻ മേടിച്ചോണ്ട് കൊടുത്തതായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കളർ എടുത്തോ
എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങള് യെല്ലോയും പർപ്പിളും എടുത്ത് ഇപ്പൊ ഞങ്ങള് കൊണ്ടുവന്നിട്ട് 3 ദിവസമായിട്ടേ ഉള്ളു കേട്ടോ. ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് വന്നൊരു ഭാഗം വെക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കര ഇതാട്ടോ, നിലത്ത് ഇറങ്ങാനാണോ തോന്നുന്നത്? നമുക്ക് നിലത്തിറങ്ങാം. അത് ഓട്ടോ ആട്ടോ. ഇത് ഇതിന്റെ പുറകെ നടക്കുക കേട്ടോ, കണ്ടില്ലേ? നമ്മുടെ കോഴിക്കുഞ്ഞാട്ടോ, നമ്മുടെ കോഴിക്കുഞ്ഞ്, നമ്മുടെ കോഴിക്കുഞ്ഞ്, നമ്മുടെ കോഴിക്കുഞ്ഞ്. കളിക്കാനൊക്കെ ഓർത്ത്, പക്ഷെ പറ്റിയല്ല. പിന്നെ ഇപ്പൊ തിന്നലോട്ട് നോക്കുമ്പോ ഭയങ്കര മഴ മൂടല്. അപ്പൊ ഞങ്ങളിപ്പോ തിന്നേല് ഇരിക്കാൻ ഓർത്ത് ഞങ്ങൾ തിന്നേല് ഇറങ്ങിയിരുന്നത്. മഴ മൂടുന്നു. സമയം ഒന്ന് ബാങ്ക് വിളിക്കണമെന്ന് ഓർത്തിരിക്കുക പെട്ടെന്ന്. അപ്പൊ നോമ്പ് തുറക്കാലോ. നോയമ്പായതുകൊണ്ട് അല്ലേലും എന്തേലും ഒക്കെ പിടിച്ചിട്ടേനെ. കളിക്കാൻ നോക്കിയിട്ട് കളിക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. വാപ്പി ഞങ്ങൾക്ക് ദുആ ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ നോയമ്പ് തുറന്നു. അച്ചവന്റെ അനുഗ്രഹത്താൽ നോയമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനിയും മുമ്പോട്ടുള്ള നോയമ്പുകളിൽ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും അതിന് സാധിക്കണേ അല്ലാ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് മിന ഫാത്തിമ മിന്നൂസ് ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ നെക്കിയേക്കണേ, ചുമ്മാ ഒരു രസത്തിന്. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ നെക്കിയേക്കണേ, ചുമ്മാ കിടക്കട്ടേനേ ഒരു രസത്തിന്.